തിന്മയെ നന്മ കൊണ്ട് നേരിടണേ. തിന്മയെ നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ എങ്ങനെയാ തിന്മയെ നന്മ കൊണ്ട് നേരിടുക? നമ്മളോടൊരാൾ അസഭ്യമോ മറ്റോ പറഞ്ഞു എന്നിരിക്കട്ടെ, അതിനേക്കാളും വീര്യം കൂടിയ 4 എണ്ണം തിരിച്ച് പറയലല്ല ബുദ്ധി. അവിടെ നമ്മൾ സംയമനം പാലിക്കലാണ്. അങ്ങനെ നമ്മൾ സംയമനം പാലിച്ചാൽ നമ്മളോട് പ്രയാസം ചെയ്തൊരു മനുഷ്യർക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ ഇത് അങ്ങനെ നമ്മൾ വിട്ടുവീഴ്ചയോടെ മറ്റുള്ളവരോട് പെരുമാറിക്കഴിഞ്ഞാൽ ആർക്കാണോ നമ്മളോട് ഏറ്റവും വലിയ ശത്രുതയുള്ളതെങ്കിൽ അവരായിരിക്കും നമ്മുടെ ഉത്തമരായ സുഹൃത്തുക്കളെന്ന് പരിശുദ്ധ ഖുർആൻ. അവർ നമ്മുടെ ആളുകളായി അങ്ങോട്ട് മാറുന്നതാണ്. അതേ സ്ഥാനത്ത് അതേ പ്രതികാരദാഹത്തോടു കൂടി അയാളോട് തിരിച്ചടിച്ചാലോ പിന്നെ മനുഷ്യനാണല്ലോ, പക തീരൂല. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈമാൻ എന്ന് പറയുന്നത് ആർക്ക് കിട്ടുള്ളൂ? അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ജീവിക്കണം? നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കണം. അതിന് നമ്മളിൽ എന്തുണ്ടാവണം? തഖ്വ ഉണ്ടാവണം.